ഗൾഫ് മേഖലയെ ഒന്നാകെ ആശങ്കയിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന മുറയ്ക്ക് അടുത്ത 60 ദിവസത്തേക്ക് കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ കരട് തയ്യാറായിരുന്നു. എന്നാൽ ഒപ്പിടുന്ന കാര്യത്തിൽ ചില തർക്കങ്ങൾ അവശേഷിച്ചുവെങ്കിൽ തന്നെയും മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ കരാർ ഒപ്പിടുകയും 60 ദിവസത്തിനുള്ളിൽ കൂടുതൽ ധാരണയിലേക്ക് എത്താം എന്ന ഒരു പ്രതീക്ഷയുമായിരുന്നു. അങ്ങനെയാണ് വെച്ച് പുലർത്തിയത്. പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ ഗോരുഖിലേക്ക്, ഇറാനിലെ നഗരമാണ്, അവിടേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തിരിച്ച് ഇറാനിൽ നിന്ന് കുവൈറ്റിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആ തരത്തിൽ ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന നിലയിലേക്ക് പോകുന്നു. അമേരിക്കയുടെ കടുത്ത ആക്രമണമാണ് ഇറാനിലേക്ക് നടക്കുന്നത്. അവിടെ വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. നേരത്തെ ഹോർമൂസിലെ ഈ സീ മൈനുകൾ റിക്കവർ ചെയ്യുന്നതിന്, തിരികെ എടുക്കുന്നതിന് ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. 30 ദിവസത്തിനുള്ളിൽ ഇങ്ങനെയുള്ള മൈനുകൾ മാറ്റും എന്ന ഉറപ്പാണ് നൽകിയത്. അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ചില കാര്യങ്ങളിൽ തട്ടിയാണ് ഈ തർക്കം അവശേഷിച്ചത്. പ്രധാനമായും ആണവ നിരായുധീകരണമാണ്. ഇറാൻ ആണവശക്തി ആകരുത് എന്ന അമേരിക്കയുടെ കടുത്ത നിലപാട്. അതിനോട് അനുകൂലമായല്ല ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. എങ്കിൽ തന്നെയും അവരുടെ വാദം ഇത് അണ്വായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ഊർജ്ജാവശ്യത്തിന് വേണ്ടി എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിന്മേലാണ് ചർച്ച നടക്കുന്നത്. ഹോർമൂസുമായി ബന്ധപ്പെട്ട് അത് പരിപൂർണമായ അവകാശം തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ വേണമെന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അക്കാര്യത്തിലും അമേരിക്കയുടെ കടുംപിടുത്തം ഒന്ന് അയയുകയായിരുന്നു. പക്ഷേ ഈ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ധാരണ, അന്തിമമായ ഒരു ചർച്ചയോ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്കോ എത്തിയിരുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു അക്രമത്തിലേക്ക് വീണ്ടും കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിന് അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ ഇടപെടൽ തന്നെയാണ്. ലെബനനിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് തീർച്ചയായും ഈ ഇപ്പോഴുള്ള ഒരു പ്രകോപനത്തിന് വഴിവെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഈ ഇസ്രായേലിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അമേരിക്ക പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയിൽ പോലും വ്യത്യസ്ത അഭിപ്രായം യുദ്ധവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ സിറിയയിലേക്കും ലെബനനിലേക്കും ഒക്കെ തന്നെ ഇസ്രായേൽ തുടരെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ്.